നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതുപോലുള്ള ചോളം നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നാണ്. കടയിൽ നിന്നും കിട്ടുന്ന ചോളത്തിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട, വെറും 5 മിനിറ്റ് മതി. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ള ചോളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കടകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ചോളം ഞാനിവിടെ എൻ്റെ കയ്യിൽ 2 പിടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ചോളം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുക്കർ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചൂടായിട്ടുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് കുക്കർ തന്നെ വേണമെന്നില്ല, അടി കട്ടിയുള്ള ഏത് പാത്രമായാലും കുഴപ്പമില്ല, ഇതുണ്ടാക്കാൻ വേണ്ടി പറ്റും. കുക്കർ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. ഈ കുക്കറിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചോളം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഓർഡറിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചോളം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കൊരു സ്പൂണോ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എടുക്കണം കേട്ടോ, എന്നിട്ട് വേണം മൂടി വയ്ക്കാനായിട്ട്. ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അപ്പോഴേക്കും കുക്കർ ഇതുപോലെ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്നാക്കി കൊടുക്കുക. മുഴുവനും പൊട്ടിത്തീർന്നതിന് ശേഷം മാത്രമേ മൂടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ ഇപ്പോൾ നിന്നിട്ടുണ്ട്, മുഴുവനും പൊട്ടിത്തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂടി എടുത്തു. ഇതപ്പോൾ നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി പോപ്കോൺ ആരും കടയിൽ നിന്നും വാങ്ങണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പോപ്കോൺ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.